ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കൊഞ്ച് തേങ്ങാപ്പാൽ കറിയാണ്. എണ്ണ ഒഴിക്കുക. അര കിലോ കൊഞ്ചാണ് തേങ്ങാപ്പാൽ കറി. അടുത്തത് നമ്മളിതിനകത്ത് ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, പച്ചമുളക്, കറിവേപ്പില. ഇത് ചേർക്കുന്നതാണ്. ഉലുവാപ്പൊടി. നമുക്ക് ആദ്യം കുറച്ച് ഉലുവാപ്പൊടി ഇടാം ആവശ്യത്തിന്. ഇത് കൊഞ്ചിനകത്ത് മസാല പിടിക്കാൻ വേണ്ടിയാണ് ഈ ഉലുവാപ്പൊടി ഇടുന്നത്. രണ്ടാമത് ഇടാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കിയിടാം. പറയട്ടെ. അടുത്തത് കൊച്ചുള്ളി ഇടാൻ പോയി. കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇത്രയും കൂടെ വഴറ്റിയതിന് ശേഷം ടൊമാറ്റോ ഇടാം. ഇതൊരു വിധം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇഞ്ചി വെള്ളമല്ല. ഇങ്ങനെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ വഴറ്റണം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി മസാല ഇടാം. നമ്മൾ ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. രണ്ട് സ്പൂൺ ഇട്ട്. അടുത്ത മല്ലിപ്പൊടി 1.5 സ്പൂൺ. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി. പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം പുളിവെള്ളം, വളംപുളി ഇളകിയ വെള്ളമാണ്. കൊഞ്ച് ഇടാൻ പോയാണ്. കൊഞ്ചിട്ട് നല്ല മണമുണ്ട്. ഈ കറി ഇങ്ങനെ വെന്ത് വന്നു. പിന്നെ രണ്ടാം പാൽ ഒഴിക്കാൻ പോയി. രണ്ടാം പാൽ ഒഴിച്ചു. തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഒന്നാം പാൽ ഒഴിച്ച് എടുക്കുക. നല്ല പറ്റി ഒന്നാം പാൽ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിരുന്നാൽ ആദ്യം കുറച്ച് കറിവേപ്പില. തീ കുറച്ച് തന്നെ വെച്ചാൽ ഇത് കറിവേപ്പില അതിട്ടാൽ മതി. ഒന്നാം പാൽ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഓഫ് ചെയ്താൽ മതി. ഇനി ഒന്നുമില്ല, അടച്ചാൽ വെച്ചിരുന്നാൽ മതി. ഇത് നെച്ചോറിൻ്റെ കൂടെ തിന്നാനാണ് ഏറ്റവും രുചി. കൊഞ്ച് കറി തേങ്ങാപ്പാലിനകത്ത് വേവിച്ചതാണ്.